ഹായ്. ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത് നമ്മുടെ ഷോപ്പിഫൈ സ്റ്റോറിലേക്ക് എങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റ് അപ്ലോഡ് ചെയ്യുന്നത്, അതേപോലെ തന്നെ നമ്മൾ ഒരു പ്രൊഡക്റ്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ്. അപ്പോൾ ആദ്യമായിട്ട് ഇപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് അപ്ലോഡ് ചെയ്യുന്ന ഷോപ്പിഫൈയിലത്തെ നമ്മുടെ പ്രൊഡക്റ്റ് പേജ്. ഇവിടെ ആയിരിക്കും നമ്മൾ പ്രൊഡക്റ്റ് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതാണ്, നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ചെയ്യാം. നമ്മൾ ഫോട്ടോസ് ഇപ്പോൾ ഒരുപാട് പ്രൊഡക്റ്റുകൾ നമ്മുടെ അടുത്ത് അപ്ലോഡ് ചെയ്യാനുണ്ടെങ്കിൽ ഫസ്റ്റിൽ നമ്മൾ ഫോട്ടോസ് ഇവിടെ കണ്ടൻറ്റിൽ വന്നതിന് ശേഷം ഈ ഫയൽസിലേക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അത് നമ്മൾ ഒരുപാട് ഇമേജസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കുറച്ചും കൂടി സിമ്പിളായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ പ്രൊഡക്റ്റ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ പിന്നെയും നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട, വൺസ് ഇവിടുന്ന് തന്നെ ചെയ്ത് കഴിഞ്ഞാൽ മതി. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്കൊരു ഇമേജ് കംപ്രസർ വേണം. അതെന്തിനാന്ന് വെച്ചാൽ നമ്മളുടെ ഇമേജസിന് സൈസ് നോർമലി കൂടുതലായിരിക്കും. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ഐ ലവ് ഇമേജ് എന്ന് പറയുന്ന ഈ ഒരു സൈറ്റാണ്. ഓക്കെ, ഞാൻ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇത് നമ്മുടെ ഒരു കസ്റ്റമറിൻ്റെ ഡാഷ്ബോർഡാണ് കാണിക്കുന്നത്, നമ്മുടെ ക്ലയൻറ്റിൻ്റെ ഡാഷ്ബോർഡാണ് കാണിക്കുന്നത്. അപ്പോൾ അതിൽ ഇവിടെ 12.7, 17.3 ഈ രീതിയിലൊക്കെയാണ് ഇമേജിൻ്റെ സൈസ് ഉള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ഇമേജസ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റ് നോർമലി സ്ലോ ആവും. കാരണം നമ്മുടെ വെബ്സൈറ്റും ലോഡ് ആവണം, ഇതുപോലത്തെ ഇമേജസും ലോഡായിട്ട് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സൈറ്റ് സ്ലോ ആവും. ലോഡിങ് വളരെ സ്ലോ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇമേജ് കംപ്രസ് ചെയ്യണം. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, നമ്മൾ പ്രോഡക്റ്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ഇമേജ് കംപ്രസർ. ഇപ്പോൾ ഇതിലേക്ക് ഒന്നുമില്ല, നമ്മുടെ കയ്യിലുള്ള ഒറിജിനൽ ഇമേജ്, അത്യാവശ്യം നമ്മുടെ കയ്യിലുണ്ടാകുന്ന ഇമേജിന് അത്യാവശ്യം സൈസ് ഉണ്ടാവും. ഇപ്പോൾ 2 MB ഉള്ള ഈ ഇമേജ് ഞാൻ ഇതിലേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇമേജ് വരുന്നത്. ഇവിടെ നമ്മൾ കംപ്രസ് ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് കംപ്രസ് ചെയ്തിട്ട് ഇപ്പോൾ 2 MB എന്നുള്ളത് ഒരു നിശ്ചിത ഒരു ഇതിലേക്ക് ഒരു സൈസിലേക്ക് കൺവേർട്ട് ചെയ്യും. ഇപ്പോൾ ഇതാണ് കൺവേർട്ട് ചെയ്ത സൈസ്. അതിന് ശേഷം ഞാനിവിടെ ഡൗൺലോഡ് ഇമേജ് കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നു, അത് ഡൗൺലോഡ് ചെയ്യുകയാണ്. ഞാൻ ന്യൂ 3 എന്ന് പറഞ്ഞാൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, ന്യൂ 3 എന്ന് പറഞ്ഞിട്ട് ഇടുകയാണ്. ഓക്കെ, സേവ് ആയിട്ടുണ്ട്. അപ്പോൾ നോക്കിയോ, ഈ 2.1 MB ഈ ചെറിയൊരു സൈസിലേക്ക് അത് കൺവേർട്ടായി. അപ്പോൾ ഒരു 300 MB 300 KB 200 KB 100 KB മാക്സിമം നിങ്ങളുടെ ഇമേജ് കംപ്രസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റ് അത്രയും ഫാസ്റ്റായിട്ട് ലോഡായി വരും. ഇനി അടുത്തായിട്ട് ചെയ്യേണ്ടത് വെച്ചാൽ, ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇമേജസ് നമ്മൾ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മുടെ കയ്യിലുള്ള ഇമേജ്, ഇപ്പോൾ നമ്മൾ മൾട്ടിപ്പിൾ ഇമേജസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ ഇമേജസ് ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം. ഇതുണ്ട്, ഇപ്പോൾ ഞാൻ 2 ഇമേജസിലേക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അതിൽ. ഓക്കെ, നമ്മുടെ 2 ഇമേജസ് ഇവിടെ അപ്ലോഡ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നേരെ നമുക്ക് പ്രൊഡക്റ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോകാം. അതിന് പ്രൊഡക്റ്റിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ റൈറ്റ് കോർണറിലുള്ള ആഡ് ഇമേജ് എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാൻ പറ്റും, ബ്ലാക്ക് കളറിൽ. അതിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെയാണ് നമ്മുടെ പ്രൊഡക്റ്റ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് നേരത്തെ നമ്മൾ അപ്ലോഡ് ചെയ്ത ഫോട്ടോസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ സെലക്ട് എക്സിസ്റ്റിംഗ് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ആഡ് ന്യൂ ആണ് നമ്മുടെ അടുത്ത് കമ്പ്യൂട്ടറിലുള്ള നമ്മുടെ മൊബൈലിലുള്ള ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ എക്സിസ്റ്റിംഗ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ 2 ഇമേജാണ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത്. ഓൾറെഡി എനിക്കത് കണ്ടു. അപ്പോൾ എനിക്ക് ഇവിടുന്ന് എളുപ്പത്തിൽ ഇത് ചെയ്യാൻ പറ്റും. ഇനി അടുത്തതെന്ന് പറയുന്നത് ഈ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിലുകളാണ് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഡീറ്റെയിൽ ഓൾറെഡി ക്ലയൻറ്റ് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ടൈറ്റിൽ ആഡ് ചെയ്യുകയാണ്. ടൈറ്റിൽ നമുക്കിവിടെ കൊടുക്കാം. ഇനിയിപ്പോൾ ഡിസ്ക്രിപ്ഷൻ മേ ബി നിങ്ങൾക്ക് കൊടുക്കാനുള്ളൊരു അതായത് എന്ത് കൊടുക്കണം എന്ന് അറിയണ്ടാവില്ല. അപ്പോൾ നമുക്ക് ChatGPT ഉപയോഗിക്കാം. ഒരു നിങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ ഒന്നില്ലെങ്കിൽ ഈ പ്രോഡക്റ്റിൻ്റെ ഫോട്ടോ ChatGPTയിൽ അപ്ലോഡ് ചെയ്തിട്ട് പറയാം, ഇതിനൊരു ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും ചെയ്ത് തരാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ ChatGPT ഈ ഇമേജിനനുസരിച്ച് തരും. ഇനി അല്ലെങ്കിൽ ഇതിൻ്റെ അനുസരിച്ച് നമ്മൾ അതിനെപ്പറ്റി ഡീറ്റെയിലിംഗ് കൊടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഔട്ട്പുട്ട് തരും. പിന്നെ നമുക്ക് ഷോപ്പിഫൈയിലും ഒരു ഫീച്ചർ ഉണ്ട്. അതായത് ഇവിടെ നിങ്ങൾക്ക് ഒരു ജനറേറ്റ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞ് കാണാം. ഇവിടെ കൊടുത്തിട്ട് ഇപ്പോൾ നമ്മളുടെ ഈ ഒരു ടൈറ്റിലാണ് നമുക്ക് ഒരു ഡിസ്ക്രിപ്ഷനായിട്ട് വരേണ്ടതെങ്കിൽ ഇത് ഷോപ്പിഫൈ തന്നെ നമുക്കൊരു ഡിസ്ക്രിപ്ഷൻ ജനറേറ്റ് ചെയ്ത് തരും. കണ്ടോ, ഇപ്പോൾ നമുക്കൊരു ഡിസ്ക്രിപ്ഷൻ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അല്ല നിങ്ങൾക്ക് ഇത് കീപ്പ് ചെയ്യണമെങ്കിൽ ഇത് കീപ്പ് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്കിതിൽ എന്തെങ്കിലുമൊക്കെ എഡിറ്റിങ്ങോ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ബോൾഡൊക്കെ ആക്കണമെങ്കിൽ ഇവിടെ നമുക്ക് ബോൾഡാക്കാൻ പറ്റും. അതേപോലെ തന്നെ നമുക്കൊന്നത് ഇതിൻ്റെ സ്റ്റൈലൊക്കെ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇങ്ങനെ സ്റ്റൈലൊക്കെ ചേഞ്ച് ചെയ്യാം.
ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു ഫോണ്ടിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഉള്ള കളർ നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും. ആഡ് ഇമേജ്, നമുക്ക് പുതിയതായിട്ടുള്ള ഇമേജ് ഡിസ്ക്രിപ്ഷനിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം, വീഡിയോ ആഡ് ചെയ്യാം, ലിങ്ക് കൊടുക്കാം. അപ്പോൾ ഇത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻസേർട്ട് ലിങ്ക്, അവിടെ നമുക്ക് ഏതെങ്കിലും വെബ്സൈറ്റിൻ്റെ ലിങ്കോ അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ലിങ്കോ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിന് മോഡിഫൈ ചെയ്യാനുള്ള ഫീച്ചറുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്ലയൻറ്റ് ഓൾറെഡി നമുക്കൊരു ഡിസ്ക്രിപ്ഷൻ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് തന്നെയാണ് ഇവിടെ പേസ്റ്റ് ചെയ്യാണ്. ഓക്കെ, അതിനുശേഷം ഇമേജസ് നമുക്ക് ഒന്നാമത് വരേണ്ട ഇമേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ ഒന്നാമത് വരുന്ന ഇമേജ് എന്ന് പറഞ്ഞാൽ കവർ ഇമേജാണ്. അപ്പോൾ അത് ബെസ്റ്റ് ആയിരിക്കണം. അപ്പോൾ അത് കണ്ടിട്ടായിരിക്കും നിങ്ങളുടെ പ്രോഡക്റ്റ് ചിലപ്പോൾ പർച്ചേസ് ചെയ്യുക, അപ്പോൾ ചിലപ്പോൾ ആൾക്കാർ അതിലേക്ക് പോവുക. അപ്പോൾ അതൊരു ബെസ്റ്റ് ഇമേജ് തന്നെ നമ്മൾ ഇടണം. അപ്പോൾ നമുക്കിങ്ങനെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാൻ പറ്റും. ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൈസ് ആഡ് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ ഞാനിവിടെ നമ്മുടെ പ്രൈസ് ആഡ് ചെയ്യുവാണ്. ഇതൊരു UAE ബേസ്ഡ് ആയിട്ടുള്ള വെബ്സൈറ്റാണ്. നമ്മൾ എല്ലാത്തിലും ഒരേ ഇതിൻ്റെ ഫങ്ഷണാലിറ്റീസും ഇതിൻ്റെ ലേഔട്ട് കാര്യങ്ങളെല്ലാം ഷോപ്പിഫൈൻ്റെ സെയിം തന്നെയാണ് കേട്ടോ. നമ്മൾ കൺട്രി മാറുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പ്രൈസ് മാറുമ്പോൾ ഉള്ള ചേഞ്ചസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, എല്ലാം ഇങ്ങനെ തന്നെയാണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ഇൻവെൻട്രി ആണ്. അപ്പോൾ ഞാനൊരു ഇൻവെൻട്രി 1 കൊടുക്കുവാണ്. ഇവിടെ ഇൻവെൻട്രിയിലുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇൻവെൻട്രി കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മുടെ അടുത്ത് ഒരു പ്രൊഡക്റ്റേ ഉള്ളൂ, അപ്പോൾ നമ്മൾ 1 കൊടുത്തു. പക്ഷേ മേ ബി ഒരു സിനാരിയോയിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ അടുത്ത് ഇൻവെൻട്രി ഇല്ല, പക്ഷേ നമ്മളൊരു വെണ്ടറിൻ്റെ നിന്നാണ് ഇൻവെൻട്രി നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത്. നമ്മുടെ അടുത്ത് പ്രൊഡക്റ്റ് ഇല്ലെങ്കിലും സ്റ്റോക്ക് ഔട്ട് കാണിക്കേണ്ട എന്നുള്ള രീതിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെ ഇൻവെൻട്രി ട്രാക്കഡ് എന്ന് പറയുന്ന ഈ ടോഗിൾ ഓഫ് ആക്കി കഴിഞ്ഞാൽ ഇത് പിന്നെ ട്രാക്ക് ചെയ്യില്ല. അതായത് ഇൻവെൻട്രി നമ്മുടെ അടുത്ത് ഉള്ള ഇൻവെൻട്രി ഒന്നും ട്രാക്ക് ചെയ്യില്ല, നമ്മുടെ അടുത്തുള്ള സ്റ്റോക്ക് ട്രാക്ക് ചെയ്യില്ല. അപ്പോൾ ഇത് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ ട്രാക്ക് ചെയ്യും. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ഷിപ്പിംഗ് ആണ്. ഷിപ്പിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഷിപ്പിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ നിങ്ങൾ അയക്കുന്ന ഒരു ബോക്സ്, ഇപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്നൊക്കെ ഒരു പ്രൊഡക്റ്റ് അയക്കുകയാണെങ്കിൽ നമുക്കൊരു കോസ്റ്റ് വരും. അതായത് ഒരു ഇത്ര ബോക്സിൻ്റെ സൈസിലുള്ള ഇതിന് ഇത്ര രൂപ. അതായത് 1 കിലോയ്ക്കാണെങ്കിലും ഒരു 200, 300, 500 ഗ്രാമിനൊക്കെ ആണെങ്കിലും സെയിം കോസ്റ്റ് തന്നെയായിരിക്കും വരിക. ഓക്കെ, അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഉണ്ടാവും. നിങ്ങളുടെ ഷിപ്പിംഗ് ഡെലിവറി പാർട്ട്ണറിന് ഒരു കോസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ആ കോസ്റ്റാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മളുടെ വെയിറ്റ്, അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അത് വെച്ചുള്ള വെയിറ്റ് ആയിരിക്കും. ഇപ്പോൾ വെയിറ്റ് ഇപ്പോൾ ഞാനിവിടെ 1 kg ആണ് കൊടുത്തേക്കുന്നത്. കാരണം 1 kg ആണെങ്കിലും അതിൻ്റെ താഴേക്കാണെങ്കിലും 1 kgൻ്റെ പ്രൈസ് ആയിരിക്കും കൊറിയർ പാർട്ട്ണർ എടുക്കുക. അപ്പോൾ അങ്ങനെ ആയിരിക്കും ഇത് കാൽക്കുലേറ്റ് ചെയ്യുക. നിങ്ങളിവിടെ ഓരോ പ്രൊഡക്റ്റ് ആഡ് ചെയ്യുമ്പോഴും നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ വെയിറ്റ് എത്രയാണെന്നുള്ളത്, ഇപ്പോൾ നമുക്ക് ഇത് ഡ്രസ്സാണ്, ഇതിന് മുകളിൽ നമുക്ക് വെയിറ്റ് കൂടിയൊരു പ്രൊഡക്റ്റാണ് തന്നെ അതിനനുസരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കാൽക്കുലേഷൻ ആയിരിക്കും നമുക്ക് ഷിപ്പിങ്ങിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് വേരിയൻ്റ് ആണ് ഈ പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ. അപ്പോൾ ഇതിൽ നമുക്കുള്ളത് സൈസാണ് ചെയ്യാനുള്ളത്. കളറും ചെയ്യാം, സൈസും ചെയ്യാം. അപ്പോൾ സൈസിലാണെങ്കിൽ നമുക്ക് സൈസ് കൊടുക്കണം. അപ്പോൾ ഇതിൽ തന്നെ സൈസിൻ്റെ പ്രീസെറ്റ് വരാറുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് കൊടുക്കാനുള്ളത് XS-ഉം 3XL-ഉം, ഈ 2 സൈസിലാണ് ഇതുള്ളത്. അതിന് ശേഷം നമ്മളിവിടെ ഉണ്ടോ സൈസ് ആഡ് ചെയ്തപ്പോൾ ഡൺ അടിക്കുക. ശേഷം ഇവിടെ കണ്ടോ ഇവിടെ വേരിയൻ്റ് എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ, അതിൻ്റെ സൈസ്, അതിൻ്റെ പ്രൈസ്, അതിൻ്റെ ഇൻവെൻട്രി. ഇപ്പോൾ ഇൻവെൻട്രി നമുക്കിവിടെ കൊടുക്കാം. പ്ലസ് ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ഇമേജ് കൊടുക്കാൻ പറ്റും. അതായത് ഇപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഇമേജ് കൊടുക്കാം. ഇനി ഇതെല്ലാം നിന്നല്ല വേറെയാണ് കൊടുക്കുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ ഇവിടെ മുകളിൽ കണ്ടോ ഇവിടെ ഒരു സെലക്ഷൻ വന്ന് നിൽക്കുന്നുണ്ട്. ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇതിലുള്ള കംപ്ലീറ്റ് ഇമേജസും കാണിക്കും. അപ്പോൾ ഞാൻ ഇവരുടെ സൈസ് ആയതുകൊണ്ട് ഇത് തന്നെ നമുക്ക് 2 ഇമേജ് ഉള്ളൂ. അപ്പോൾ ആ 2 ഇമേജ് ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. ഇങ്ങനെ തന്നെ ആഡ് ചെയ്യുകയാണ്. ഓക്കെ, പിന്നെ ഇനി നമുക്കൊരു കളറാണ് ഇതിൽ കൊടുക്കണ്ടെങ്കിൽ നമ്മൾ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാം, കളറിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് കുറച്ച് കളറ് ഓൾറെഡി ഇതിൽ കുറച്ച് കളർ നമ്മൾ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ കളർ പ്രീസെറ്റ് ഉണ്ട്. ഇനി അല്ലെങ്കിൽ നമുക്കൊരു കസ്റ്റം കളർ ക്രിയേറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇത് ഞാനൊരു 3 കളർ, ഇതൊരു ഡെമോ ആയിട്ടാണ് കളർ മാത്രം ആഡ് ചെയ്ത് ഞാൻ ഇപ്പോൾ ഇത് കളയും. അപ്പോൾ നമുക്കതിൻ്റെ ആവശ്യമില്ല. 3 കളർ കൊടുത്തു, ഡൺ അടിച്ചു. അപ്പോൾ നമ്മളുടെ XS-ൻ്റെ ഉള്ളിലുള്ള 4 കളർ ഇവിടെ വന്നിരുന്നുണ്ടോ. അപ്പോൾ ഞാനിവിടെ ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കളർ കാണിക്കും. ഇപ്പോൾ XS എന്ന് പറയുന്നതിൻ്റെ ഉള്ളിലത്തെ കളറുകൾ, അതിൻ്റെ ഇൻവെൻട്രി, ആ കളറുകൾക്ക് എത്ര ഇൻവെൻട്രി ഉണ്ട് അത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇവിടെ ലിസ്റ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെയും ഇമേജസും കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടുന്ന് മാറ്റാൻ പറ്റും. അതിനനുസരിച്ച് ഇൻവെൻട്രി മാറ്റാം, അതിനനുസരിച്ച് അത് അവിടെ ലിസ്റ്റ് ചെയ്യും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ കളറും സൈസും കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് സേവ് ചെയ്ത് കാണിച്ചതിന് ശേഷം ഞാനിത് ഡിലീറ്റ് ചെയ്യും കേട്ടോ.
പിന്നെ നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ ഇവിടെ ഒന്നും നമ്മൾ കൊടുക്കണ്ട, അതൊക്കെ ഓട്ടോമാറ്റഡ് ആയിട്ട് വരുന്നതാണ്, ചെയ്യുന്നതാണ് ഷോപ്പിഫൈൻ്റെ. പിന്നെ താഴേക്ക് വരുമ്പോൾ നമുക്ക് സെർച്ച് എഞ്ചിൻ ലിസ്റ്റിംഗ് ഉണ്ട്. ഇവിടെ നമ്മൾ എഡിറ്റ് കൊടുത്തിട്ട് വേണമെങ്കിൽ നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾക്ക് ഈ ടൈറ്റിൽ കാര്യങ്ങളൊക്കെ ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്ത് നമ്മുടെ വെബ്സൈറ്റ് എങ്ങനെ വരിക, വെബ്സൈറ്റ് വരുമ്പോൾ ലിസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഈ മെറ്റ ഡിസ്ക്രിപ്ഷനും പേജ് ടൈറ്റിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇവിടെ നമ്മൾ SEO പരമായിട്ടുള്ള രീതിയിൽ കൊടുത്താൽ ബെറ്റർ ആയിരിക്കും. നമുക്ക് അതിന് ChatGPT ജെമിനിയൊക്കെ ഉപയോഗിച്ചിട്ട് ഇതൊന്ന് ബെസ്റ്റായിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിലത്തെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. അതിന് ശേഷം ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ കളക്ഷനാണ്. ഈ ഒരു പ്രൊഡക്റ്റ് ഏത് കളക്ഷനിൽ ലിസ്റ്റ് ചെയ്യണം. അപ്പോൾ ഞാനിത് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇതൊരു ഓണം കളക്ഷനാണ്. ഓണം സെലക്ട് ചെയ്ത് ന്യൂ അറൈവൽസും സെലക്ട് ചെയ്ത് ഇതിലുള്ള എത്രത്തോളം ലിസ്റ്റുകൾ കാണിക്കുന്നു അതിലൊക്കെ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് ആഡ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ കളക്ഷനിൽ വരും. ഇങ്ങനെയാണ് കളക്ഷൻ വർക്ക് ചെയ്യുന്നതിന് ശേഷം ഞാനൊന്ന് സേവ് ചെയ്യാണ്. നമുക്കിത് എങ്ങനെ വരുന്നുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തു, അതിന് ശേഷം സേവ് ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ നമുക്ക് സേവ് ആയിട്ടുണ്ട് നമ്മുടെ പ്രോഡക്റ്റ്. ഓക്കെ, ഇവിടെ നമുക്ക് ഗ്രീൻ കളറിൽ കാണിക്കും സേവ് ആയിട്ടുണ്ട്. അതിന് ശേഷം ഞാനിവിടെ ഈ ഒരു വ്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ സൈസ് ഓൾറെഡി വന്നിട്ടുണ്ട്, 2 സൈസ് പ്ലസ് നമ്മൾ കളർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാം. ഇപ്പം ഓരോ കളറിനും ഓരോ പ്രൈസ് കൊടുക്കണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. ഇങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ അതിൽ ഒരു ഈ 3XL പ്രൊഡക്റ്റ് സ്റ്റോക്ക് ഔട്ടാണ്. അതിൽ പ്രൊഡക്റ്റ് ഇല്ല, കളറിലൊന്നും ചില വേരിയൻറ്റിനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ സ്റ്റോക്ക് ഔട്ട് കാണിക്കുന്നത്. പക്ഷേ XSL ഉണ്ട്. അപ്പോൾ ഈ രീതിയിലൊക്കെ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോറാണ്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ പ്രൊഡക്റ്റുകൾ അപ്ലോഡ് ചെയ്യുന്നത്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം.